MP വീരേന്ദ്രകുമാറിന്റെ ഹൈമാവതഭൂവിൽ പോലെ ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രം ഇത്ര സമഗ്രമായി ചിത്രീകരിച്ച മറ്റൊരു ഗ്രന്ഥമില്ലെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. RJD തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വീരേന്ദ്രകുമാർ സ്മൃതി സംഗമത്തിൽ വീരേന്ദ്രകുമാറിന്റെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MP വീരേന്ദ്രകുമാറിന്റെ ഹൈമവതഭൂവിൽ പോലെ ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രം ഇത്ര സമഗ്രമായി ചിത്രീകരിച്ച മറ്റൊരു ഗ്രന്ഥമില്ലെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. ചരിത്രം, സംസ്കാരം, മതം, കലകൾ, രാഷ്ട്രീയം തുടങ്ങി സമസ്ത മേഖലകളെയും പറ്റി സമഗ്രമായി പ്രതിപാദിക്കുന്നതായും ഒരു പത്രപ്രവർത്തകൻ്റെ അന്വേഷണ തൃഷ്ണയോടെയാണ് വിഷയത്തെ സമീപിച്ചിട്ടുള്ളതെന്നും ആലങ്കോട് പറഞ്ഞു. RJD തിരുവമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വീരേന്ദ്രകുമാർ സ്മൃതി സംഗമത്തിൽ വീരേന്ദ്രകുമാറിൻ്റെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ വീരേന്ദ്രകുമാർ സാറിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ജയപ്രകാശ് നാരായണൻ്റെയും റാം മനോഹർ ലോഹ്യയുടെയും അച്യുത് പട്വർദ്ധൻ്റെയും മിന്നു മസാനിയുടെയും അശോക് മേത്തയുടെയും ഒക്കെ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ചരിത്രത്തിൽ അത്ഭുതകരമാം വിധം വ്യത്യസ്തതകളോടുകൂടി നിലകൊണ്ട മഹാമേരുക്കളായ സോഷ്യലിസ്റ്റുകളുടെ നിരയിൽപ്പെട്ട ഒരാളാണ് MP വീരേന്ദ്രകുമാർ. മഹാത്മജിയെക്കുറിച്ചും ടാഗോറിനെ കുറിച്ചും ഹൈമവതഭൂവിൽ പറയുന്നുണ്ട്. മഹാത്മജിയെക്കുറിച്ചാണ് ആ പുസ്തകം അവസാനിക്കുന്നത്. മഹാത്മജി സ്മരണയിലാണ്. ഒരു വല്ലാത്ത പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ ഓരോ ഇഞ്ചും നമുക്ക് വിസ്തരിക്കാനാണ്. അവസാനം മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഏതായിരുന്നാലും അദ്ദേഹത്തിനെ കുറിച്ച് എന്ന് എനിക്ക് തോന്നുന്ന വിധത്തിൽ ടാഗോർ അന്ന് എഴുതി വെച്ച ഗീതാഞ്ജലിയിലെ 2 ഗീതങ്ങൾ ഞാൻ ചൊല്ലാം. G. ശങ്കർകുറുപ്പിന്റെ പരിഭാഷയാണ്. പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ പൂജയൊന്നും വ്യർത്ഥമായില്ല എന്നറിയോ. 52 ഉപനിഷത്തുകൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തതടക്കമുള്ള മുഗളന്മാരുടെ മഹത്തായ സംഭാവനകൾ നാം മനസ്സിലാക്കണം. ആദിവാസികൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാർ മുതൽ എല്ലാ വിഭാഗം ജനങ്ങളുമായി സാഹോദര്യബന്ധം നിലനിർത്തി പോന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. ജീവിതത്തിൽ വളരെ വലിയ നഷ്ടങ്ങൾ സഹിച്ച് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി ത്യാഗപൂർണമായി പ്രവർത്തിച്ചിരുന്നു. ആഗോളീകരണത്തിനെതിരെ ലോക നിലവാരത്തിൽ പോരാട്ടം സംഘടിപ്പിച്ച ബൗദ്ധിക ശക്തിയുടെ ഉടമയായിരുന്നു വീരേന്ദ്രകുമാർ എന്നും അദ്ദേഹം പറഞ്ഞു. ഘാട്ടും കാണാചരടും എന്ന കൃതിയിലൂടെ കോർപ്പറേറ്റുകളുടെ കടന്നുവരവ് എത്രമാത്രം അപകടകരമാണെന്നും അദ്ദേഹം ആദ്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ്. ചടങ്ങിൽ RJD നിയോജകമണ്ഡലം പ്രസിഡന്റ് ടാർസൻ ജോസ് അധ്യക്ഷനായി. ഡോക്ടർ M. കാരശ്ശേരി, പ്രൊഫസർ ഹമീദ് ചേന്നമംഗല്ലൂർ എന്നിവർ പുസ്തകങ്ങളെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തി. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി V. കുഞ്ഞാലി, ജില്ലാ പ്രസിഡന്റ് MK ഭാസ്കരൻ, അഡ്വക്കേറ്റ് E. രവീന്ദ്രനാഥ്, PM തോമസ്, അബ്രഹാം മാനുവൽ, സംഘാടക സമിതി ചെയർമാൻ സുബൈർ അത്തൂളി, ജിമ്മി ജോസ് പൈമ്പിള്ളിൽ, വിൽസൺ പുല്ലുവേലിൽ, ഗോൾഡൻ ബഷീർ, ഇളമൻ ഹരിദാസ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.